നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു റെഡി ചെയിൻസോ അല്ല, ഓരോ പാർട്സും അറ്റാച്ച് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആംഗിൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് എങ്ങനെ മരം മറിക്കുന്ന രീതിയിൽ ഒരു ചെയിൻസോ ഉണ്ടാക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എങ്ങനെയാണ് ഈ ചെയിൻസോ കിറ്റ് ആംഗിൾ ഗ്രൈൻഡറിൽ പിടിപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നത് ചെയിൻസോ കിറ്റിൻ്റെ അകത്ത് വരുന്ന പാർട്സുകളാണ്. എല്ലാം ചെറിയ ചെറിയ പാർട്സുകളാണ്. ഇതാണ് അതിൻ്റെ ഫ്രെയിം. ആംഗിൾ ഗ്രൈൻഡറിൽ പിടിപ്പിക്കുന്ന ഫ്രെയിമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൽ ഈ വെള്ളം ചെറിയ ഒരു ടിന്ന് ഓയിൽ ഒഴിക്കാനുള്ളതാണത്. ഇതിൻ്റെ ഫ്രെയിം, ഗിയർ വീല്, ക്ലച്ച്, നട്ട്, ബോൾട്ട്, അതിൻ്റെ ഹാൻഡിൽ, അതിൻ്റെ സേഫ്റ്റി ഗാർഡ് എല്ലാം ഇതിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രെയിം. അതിൻ്റെ ചെയിന് ബ്ലേഡ് പിടിപ്പിച്ചിട്ടുള്ളത് നല്ല ഷാർപ്പ് ആണ്. ഇതിൻ്റെ ചെയിന് മുറിയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഇതൊരു ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ ഇതുണ്ടോ, ഇത് ക്ലച്ച് പോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നല്ല ആണ്. ഇതിനകത്താണ് ഈ നമ്മൾ ചെയിന് പിടിപ്പിക്കുന്നത്. ഫ്രണ്ട്, അതായത് ഈ ചെയിൻസോയുടെ ഫ്രണ്ട് ഭാഗമാണിത്. ആംഗിൾ ഗ്രൈൻഡറിൽ പിടിപ്പിക്കുന്ന ഭാഗമല്ല, അതിൻ്റെ മറൻ്റ്. അപ്പം ഫ്രണ്ടിൽ ഈ ക്ലച്ച് പോലെ ഒരു ഇതുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഭാഗത്ത് ഒരു ഗിയർ വീല് വരും. ഈ ചെയിന് നല്ല ഷാർപ്പാണ് കേട്ടോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇതെങ്ങനെയാണ് ഇത് പിടിപ്പിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആംഗിൾ ഗ്രൈൻഡറിൽ നമ്മുടെ കട്ടിങ് വീലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ നട്ടൊക്കെ ഇളക്കി മാറ്റണം. എന്നിട്ട് ഈ റബ്ബർ വാഷർ പിന്നെ കറക്റ്റായിട്ട് ഇതിനകത്ത് ഇറക്കി വയ്ക്കുക. ഒരു ബുഷ് പോലെയാണ്, കറക്റ്റ് അളവിലുള്ള ബുഷൊക്കെ തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം ഇതുണ്ട്, ഇതൊരു ഗിയർ വീലാണ്. ഇതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം, നമ്മളെ ആംഗിൾ ഗ്രൈൻഡറിൽ പിടിപ്പിക്കുന്ന ഭാഗം. ഇത് അകത്തെ സ്റ്റെപ്പുമായിട്ട് ഈ സ്റ്റെപ്പ് കണ്ടോ, ഇതിലും ഈ ഗിയർ വീലിലും ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് രണ്ടും കറക്റ്റായിട്ട് ലോക്കാവണം. ലോക്കായിട്ട് ഇതിൻ്റെ നട്ടിട്ട് മുറുക്കി നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ഇതൊരു പ്രൊഫഷണൽ ചെയിൻസോ അല്ല, അത്യാവശ്യം വീട്ടുപയോഗത്തിനും ചെറിയ ജോലികൾക്കൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗിയർ വീലിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് ഈ കവർ ഉപയോഗിക്കുക. അതായത് ചെയിൻസോ ഫ്രെയിമിൻ്റെ കവറാണ്, രണ്ട് സൈഡിലും ക്ലിപ്പാണിത്. അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ഈ വീതി താഴോട്ടുള്ള ഭാഗം താഴെ തന്നെ വേണം, മേൽഭാഗത്ത് വരരുത്, എങ്കിൽ സീറ്റിംഗ് ആവത്തില്ല. അപ്പോൾ ഈ ക്ലിപ്പിൻ്റെ ഒരു സൈഡിൽ ഒരു ചെറിയ തള്ളലുണ്ട്. അപ്പോൾ ആ തള്ളലുള്ള ഭാഗം താഴെ തന്നെ വരണം, ഗ്രൈൻഡറിനോട് ചേർന്ന് വരണം. മോൾ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ക്ലിപ്പ് കറക്റ്റ് സീറ്റിംഗ് ആവില്ല. അപ്പോൾ ഈ ഫ്രെയിമും ക്ലിപ്പും കൂടെ നമ്മുടെ റബ്ബർ വാഷറിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു എല്ലങ്കിയാണ് കേട്ടോ ഇതിൽ വരുന്നത്. സ്ക്രൂ നട്ട് ടൈപ്പാണ്, എല്ലങ്കി ടൈപ്പാണ്. ഇത് നല്ലപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് ഉറപ്പിക്കണം. എന്നതിന് ശേഷം മാത്രമേ അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയിന് പിടിപ്പിക്കുന്ന ആ ഫ്രെയിമിന് ഗൈഡ് ബാർ എന്നാണ് പറയുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെയിന് പിടിപ്പിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വരരുത്. അതായത് നമ്മൾ ഈ ആംഗിൾ ഗ്രൈൻഡറിൽ പിടിപ്പിച്ച വീലും നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ചെയിനും ഒരേ ലെവലിലായിരിക്കണം, ഇല്ലെങ്കിൽ അത് അപകടമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഫ്രെയിമിൽ നമ്മൾ ഈ ചെയിന് പിടിപ്പിക്കുന്ന ഈ സംഭവം നല്ല ടൈറ്റായിരിക്കണം. ചെയിനിന് ലൂസ് വരാൻ പാടില്ല. ചെയിനിന് ലൂസ് വന്നു കഴിഞ്ഞാൽ അതും അപകടമാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇത് അസംബ്ലി ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ഇനി ഈ ആംഗിൾ ഗ്രൈൻഡറിൽ ഇതേപോലെ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്യണം. ആദ്യം ചെയിന് നമ്മൾ ഇതിൽ സെറ്റാക്കി വച്ചിട്ട് വേണം അതേപോലെ എടുത്ത് നമുക്ക് ആംഗിൾ ഗ്രൈൻഡറിൽ പിടിപ്പിക്കാൻ. ഈ ചെയിൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്ലച്ച് കാണുന്ന ഈ ഭാഗത്ത് കറക്റ്റായിട്ട് അത് അകത്തോട്ട് വീഴണം. ചെയിൻ അത് ലോക്കാവണം, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് വർക്കാവത്തുള്ളൂ. ഇത് കണ്ടോ, നമ്മൾ ഇതിൽ പിടിപ്പിച്ചതാണ്. ഇപ്പോൾ കറക്റ്റായിട്ട് നട്ടും ബോൾട്ടും ഉറപ്പിച്ചിട്ടില്ല, ഇപ്പം ഇതിൽ കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. കണ്ടോ, നമ്മൾ ഈ കാണുന്ന അലൈൻമെൻറ്റാണ്, കറക്റ്റ് ലെവലായിരിക്കണം. അലൈൻമെൻറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചെയിൻ ഇതിൽ നിന്ന് ചാടിപ്പോവും. എവിടെ നമ്മൾ ഓട്ടിക്കുന്ന സമയത്ത് ഇത് എവിടെയാണ് തെറിക്കണമെന്ന് അറിയാൻ പറ്റില്ല.
അപ്പോൾ ഈ അലൈൻമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഈ ചെയിൻ ഇതാണ്ട, ഇതിപ്പോൾ ലൂസാണ്. ഈ ചെയിൻ ഇതേപോലെ ലൂസ് വരാൻ പാടില്ല. ചെയിൻ ടൈറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ കവർ ആദ്യമേ നമ്മൾ നട്ടും ബോൾട്ടും ഒന്നും ഇട്ട് മുറുക്കരുത്. അപ്പോൾ ഇതിൻ്റെ കവറ് ഇതേപോലെ വച്ചതിന് ശേഷം മാത്രമേ ഈ നട്ടും ബോൾട്ടും ഇടുക. എന്നാലും ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഓവർ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ വേറൊരു പ്രധാന ഘടകം കൂടെ ഉണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതായത് ഒരു ലോക്ക് നട്ടും കൂടെ ഇതിലുണ്ട്. ആ സാധനം ഇതിൽ ടൈറ്റ് ചെയ്താൽ മാത്രമേ ഈ ചെയിൻ ടൈറ്റ് ആവത്തുള്ളൂ. നമ്മൾ ഇതിൻ്റെ കവറെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു ഇതില്ല. അപ്പം ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ ഹാൻഡിലാണേ. അപ്പോൾ ഇത് അകത്താണ്, അതായത് ഈ ഹാൻഡിലിൻ്റെ അകത്തൂടെയാണ് മുറുക്കുന്നത്. ഒരു വാഷറുണ്ട്, ആ വാഷറിട്ട് മുറുക്കണം. ആ വാഷറിട്ട് ഈ ഫ്രെയിമിൽ പിടിപ്പിക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ കാണുന്ന മെഷീനിൽ കൂടെ ഒരു ഹാൻഡിലും കൂടെ വരും. നമ്മൾ പുതിയ മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിൽ കൂടെ ഒരു ഹാൻഡിലും കൂടെ വരും. ആ ഹാൻഡിലും കൂടെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സേഫ്റ്റി ആയിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ ഹാൻഡിൽ അത്ര എനിക്ക് സേഫ്റ്റി ആയിട്ട് തോന്നുന്നില്ല. കാരണം ഇത് ഉണ്ടോ, ഈ എൻഡിൽ കൊണ്ടാണ് ഹോൾ ഇട്ടേക്കുന്നത്. എന്തെങ്കിലും ഒരു തട്ടമുട്ട ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ പൊട്ടിപ്പോവും, പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ മറ്റേതാകുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഏത് നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൽ വരുന്ന ഹാൻഡിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. പിന്നെ ഇത് സേഫ് ഗാർഡുണ്ട്. സേഫ് ഗാർഡ് ഇതാണ്ട്, ഇത് കണ്ടോ, ഇതേപോലെ സേഫ് ഗാർഡ് ഇതിൽ വച്ച് പിടിപ്പിച്ചിട്ട് വേണം ഈ നട്ടും ബോൾട്ടും ഇവിടുത്തെ ഒരുവിധം ചെറുതായിട്ടെങ്കിലും ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ. ഇതിന് ശേഷമാണ് ഇതിൻ്റെ മറു സൈഡിലൊരു ടൈറ്റിങ് സ്ക്രൂ ഉണ്ട്, അതും കൂടെ ഇട്ട് സെറ്റ് ചെയ്യണം. അതായത് ഈ ചെയിനിൻ്റെ ഫ്രെയിമിൽ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിലും ഒരു ലോക്ക് നട്ട് പോലെയാണ്. അത് നമ്മൾ പുറത്ത് സ്ക്രൂ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ അവസാനം ഞാൻ കാണിച്ചു തരാം. അത് ഇച്ചിരി താമസമാണ്. അതുകൊണ്ട് ഇതാണ് സംഭവം. ഇത് അതിനകത്ത് വരുന്നതാണ്. ഈ നീളമുള്ള സ്ക്രൂ നമ്മൾ കാണിച്ചത് കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ഒരു ചെറിയ ഒരു ഇത് മുകളിലോട്ടാണ് വരുന്നത്. അതാണ് ഈ ഫ്രെയിമിൽ ലോക്കാവുന്നത്. അത് വച്ചതിന് ശേഷം ഉണ്ടോ, അവിടെ ഉണ്ടോ, ഇതാണ് സംഭവം. ഈ ലോക്കാണ് ഈ ചെയിനിനെ ടൈറ്റ് ആക്കുന്നത്. അതായത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ സ്ക്രൂ മറു സൈഡിലുണ്ട്. അതിൻ്റെ നമ്മൾ വച്ച് ഞാൻ ആദ്യം നിങ്ങൾ കണ്ടില്ലേ, ഇത് കണ്ടോ എൻ്റെ അടിയിൽ ഈ സ്ക്രൂ മറു സൈഡിൽ കണ്ടോ. നമ്മൾ എൻ്റെ ഫ്രെയിം വയ്ക്കുമ്പോൾ അടിയിലാണ് വരുന്നത്, മറു സൈഡിൽ. ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്യുക, ഒരു വാഷറും കൂടെ ഉപയോഗിക്കണം കേട്ടോ. ഇത് വാഷറില്ല, അതിനൊരു വാഷർ കുറവുണ്ട്. ഒരു വാഷറും കൂടെ ഇട്ട് ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ചെയിൻ ടൈറ്റ് ആവും. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റേ ഫ്രെയിം അടപ്പ് കവറിട്ട് മുറുക്കാൻ പാടുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ചെയിന് ഓട്ടത്തിൽ ലൂസാവും. നമ്മൾ ഈ കവറിട്ട് ടൈറ്റ് ചെയ്താലും അത് ലൂസാവും. അപ്പോൾ ഈ സ്ക്രൂവിന് ഒരു വാഷറും കൂടെ ഇട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ടാങ്കിൻ്റെ കവറാണ് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് അത് അതിൻ്റെ കുറേശ്ശെ ഈ നമ്മുടെ എന്താണ് ആ ബ്ലേഡിന് ഓയിൽ മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഓട്ടിച്ച് നോക്കാം. Yeah.